എങ്ങോട്ടാണ് ഈ കുതിച്ചു പായുന്നത്? അറിയില്ല. രാജ്യത്തെ സൈന്യം നമ്മളെ ആക്രമിക്കുമെന്ന് തീർച്ചയായിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? വിനോദയാത്ര പോയ നമ്മുടെ പട്ടാളക്കാരെ ഉടനെ തിരിച്ചു വിളിക്കുക. അത് നടക്കില്ലടേമോ. അവർ മറ്റേതോ ദേശത്താണുള്ളത്. അവരെ ഇവിടെ തിരികെ എത്തിക്കുമ്പോഴേക്കും ശത്രു സൈന്യം നമ്മളെ ആക്രമിച്ചിരിക്കും. അപ്പോൾ നാം എന്ത് ചെയ്യും? ബുദ്ധിസാമർഥ്യം കൊണ്ടും കായിക ബലം കൊണ്ടും എതിരാളികളെ കിടിലം കൊള്ളിക്കുന്ന ടൈഗർ പോലീസ് ഈ ശത്രു സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങുമെന്ന് ലോകം വിശ്വസിക്കുന്നില്ല. അയ്യയ്യയ്യേ. ആഹാ, എന്ത് മനോഹരമായ പ്രകൃതി അല്ലേ ഷിക്കാഗോ? ഓ അതെ, അതിമനോഹരം. അതെ, അവർ വളരെ സന്തോഷത്തിലാണ്. കഴിയുമെങ്കിൽ എല്ലാ വർഷവും അവർക്കായി വിനോദയാത്ര സംഘടിപ്പിക്കണമെന്നാണ് എന്റെ ഒരിത്. നോക്കൂ, അത് നമ്മുടെ കൊട്ടാരത്തിലെ പ്രാവല്ലേ. ഇതെന്തിനിവിടെ വന്നു? നോക്കൂ, അതിന്റെ കാലിലൊരു സന്ദേശം. ഓ മൈ ഗോഡ്! എന്താണ്? എന്തുപറ്റി? ഷിക്കാഗോ, ശത്രു സൈന്യം നമ്മുടെ രാജ്യത്തെ വളഞ്ഞിരിക്കുന്നു എന്ന് കൊട്ടാരത്തിൽ നിന്ന് രാജാവിന്റെ തോഴി മൃഗനയനി അയച്ച സന്ദേശമാണിത്. എന്ത്? അവർ ഭൂതപ്പുഴ കടന്നെന്നാ പറയുന്നത്. വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പുറപ്പെടണം. വരൂ. അവർ ഭൂതപ്പുഴ കടന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെത്താൻ ഇനി അധിക നേരമെടുക്കില്ല. നമ്മളിപ്പോൾ പുറപ്പെട്ടാൽ പോലും നാളെ പുലർച്ചെ മാത്രമേ അവിടെ എത്തൂ. ഓ ദൈവമേ, നമ്മുടെ രാജാവും സൈന്യവും അപകടത്തിലായല്ലോ. ടൈഗർ പോലീസ് അവിടെയുള്ളത് മാത്രമാണ് ഒരേ ഒരു ആശ്വാസം. ഓ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ രാജാവിനെയും രാജ്യത്തെയും രക്ഷിക്കണേ. ഞങ്ങളുടെ രാജാവിന് എന്തോ ആപത്ത് പിണഞ്ഞതായി എന്റെ മനസ്സ് പറയുന്നു. നമ്മുടെ രാജാവിനെ അവർ എന്തെങ്കിലും ചെയ്തോ എന്തോ. സൂക്ഷിക്കണം, ശത്രു സൈനികർ കൊട്ടാരത്തിൽ പതിയിരിപ്പുണ്ടാവും. അയ്യോ, രാജാവല്ലേ വീണ് കിടക്കുന്നത്. പ്രഭു, ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾക്ക് അങ്ങയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്താണോ ഇത്? രണ്ടും കൂടി വലിയ ശല്യമായല്ലോ. അയ്യോ, എന്താ നിങ്ങൾ രാവിലെ വന്ന് അലമുറയിടുന്നത്? ഉറങ്ങാനും സമ്മതിക്കില്ലേ? അല്ല പ്രഭു, അപ്പോൾ ശത്രു സൈന്യം നമ്മെ ആക്രമിക്കാൻ വന്നില്ലേ? ഓ, ശത്രു സൈന്യം അത് ഇന്നലെയല്ലേ. അവർ വന്നു എന്ന് സത്യമാണ്. പക്ഷേ വന്ന പോലെ തിരിച്ചുപോയി. അവർ തിരിച്ചോടിയ വഴിക്ക് പുല്ല് മുളയ്ക്കില്ല. ടൈഗർ ഒറ്റയ്ക്ക് ശത്രു സൈന്യത്തെ ഓടിച്ചെന്നോ? അല്ലല്ല, ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ടായിരുന്നു. അതെങ്ങനെ? അത് ഓ, ശത്രു സൈന്യം ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ടൈഗറേയും കുട്ടി അതിർത്തിയിലേക്ക് പോയി. ഓ, ടൈഗറിന്റെ ബുദ്ധി അപാരം.
അതെ അതെ, ടൈഗർ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു. എന്നിട്ട് ടൈഗർ ഇപ്പോൾ എവിടെയാണ്? ടൈഗർ ഇപ്പോൾ വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നുണ്ടാവും.